അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു മനസ്സിൽ നിന്നും വികലമായിട്ടുള്ള ആശയങ്ങളുണ്ടാകും, അഭിപ്രായങ്ങളുണ്ടാകുമോ? അഭിപ്രായമല്ല ഉണ്ടാകുന്നത്, അറിവാണ് ഉണ്ടാകുന്നത്. അറിവും അഭിപ്രായവും രണ്ടും രണ്ടാണ്. അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മതം എന്നാണ് അർത്ഥം. മതങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ജ്ഞാനേന്ദ്രിയത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചല്ല നമ്മളുടെ മനസ്സ് വർക്ക് ചെയ്യുന്നത്. ആരുടെ ഇച്ഛയ്ക്കാണ്? നമ്മളുടെ മനസ്സിൻ്റെ ഇച്ഛയ്ക്കാണ് ബ്രെയിനെ നമ്മൾ ചിട്ടപ്പെടുത്തുന്നത്. ബ്രെയിൻ അണ്ടറിൽ വരും, തല കുനിക്കും. തല കുനിക്കാനുള്ള സാഹചര്യം നമ്മൾ മതങ്ങളുടെ സ്വഭാവവും അതാണ്, തല കുനിപ്പിക്കും. മതാചാരങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, തല കുനിപ്പിക്കുന്നതാണ് ആചാരം. അവർക്കെന്നാലാണ് മനസ്സ് മുകളിൽ വരാൻ പറ്റുള്ളൂ. തല കുനിഞ്ഞു കുത്തിയാൽ മാത്രമാണ് മനസ്സ് മുകളിൽ വരുള്ളൂ. അപ്പോൾ മാത്രമാണ് നമ്മൾ അടിമപ്പെട്ടു പോകുള്ളൂ. ആർക്കടിമപ്പെട്ടു പോകുന്നതോ? മനസ്സിനടിമപ്പെട്ടു പോകുള്ളൂ. നമ്മളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവുള്ളൂ, മതങ്ങളുണ്ടാവുള്ളൂ. ക്രിയേറ്റീവ് ഹെഡായിരിക്കുന്ന ബ്രെയിൻ മുകളിലിരിക്കുകയാണെങ്കിലോ, നട്ടല് വളയാതിരിക്കുകയാണെങ്കിലോ,